രാവിലെ ആയിരിക്കുന്നു. നിങ്ങളുടെ ഫോണിൻ്റെ അലാം അടിക്കുകയാണ്. അലാം ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം ചോദിക്കുന്നു, ഞാൻ എന്തിന് ഈ സമയത്ത് അലാം വച്ചു? കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നിങ്ങൾ പല്ല് തേക്കുമ്പോൾ കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം കാണുന്നു. നിങ്ങൾ ഉടനെ സ്വയം ചോദിക്കുന്നു, മുഖത്തിൻ്റെ വണ്ണം ഒരല്പം കൂടുതലേ? ഇന്നലത്തെക്കാളും കുറച്ച് കൂടുതൽ മുടി ഇന്ന് കൊഴിഞ്ഞിട്ടില്ലേ? കഷ്ടപ്പെട്ട് കുളിച്ച് റെഡിയായി ഇന്നത്തെ യാത്ര ആരംഭിക്കാനായി നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പൈസ വച്ചിരിക്കുന്ന പേഴ്സ് എടുക്കാൻ മറന്നിരിക്കുന്നുവെന്ന്. പിന്നെ തിരിച്ചോടുകയായി പേഴ്സ് എടുക്കാനായി. ഓട്ടത്തിനിടയിൽ നിങ്ങൾ സ്വയം പറയുകയാണ്, ഒരൊറ്റ കാര്യം എനിക്ക് ചെയ്യാനറിയില്ല, ഒരൊറ്റ കാര്യം എന്നെക്കൊണ്ട് മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, എന്തൊരു കഷ്ടമാണ്. നമ്മളിൽ പലരുടെയും ജീവിതം എല്ലാ ദിവസവും ആരംഭിക്കുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്, പല പല കാര്യങ്ങൾ സ്വയം സംസാരിച്ചുകൊണ്ട്. പക്ഷെ എന്നിരുന്നാലും പലർക്കും സ്വയം സംസാരിക്കാറുണ്ട് എന്ന് സമ്മതിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർക്കതിൽ എന്തോ ഒരു മോശമുള്ളതായി, അതൊരു നാണക്കേടായി തോന്നുന്നു. സമൂഹവും ഇതിനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. പലപ്പോഴും സ്വയം സംസാരിക്കുന്ന ഒരാളെ സമൂഹത്തിൽ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താണെന്നാണ് പൊതുവെ എല്ലാവരും പറയുക. പക്ഷേ ഇത് വളരെ തെറ്റായൊരു ധാരണയാണ്. വർഷങ്ങളുടെ റിസർച്ചുകൾക്ക് ശേഷം സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് സ്വയം സംസാരിക്കുക എന്നത് വളരെയധികം നോർമലായൊരു കാര്യമാണ് എന്നാണ്. സത്യമെന്നാൽ നമ്മളിൽ പലരും എല്ലാ ദിവസവും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്വയം സംസാരിക്കുന്നവരാണ്. പക്ഷെ ചോദ്യം ഇതാണ്, നമ്മൾ സ്വയം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രഭാവം നമ്മുടെ മേൽ ഉണ്ടാകുന്നുണ്ടോ? ഡസ് ഇറ്റ് ഹാവ് എനി ഇമ്പാക്റ്റ് ഓൺ അസ്? പല വിഷയങ്ങൾ, പലതരം അറിവുകൾ, പലരുടെയും കാഴ്ചപ്പാടുകൾ, ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. അത്തരത്തിൽ ഒരു അറിവ്, അത്തരത്തിലൊരു കാഴ്ചപ്പാട്, അതാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. വെസ്റ്റേൺ സൈക്കോളജിസ്റ്റുകൾ സ്വയം സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഇന്നർ സ്പീച്ച് അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്നൊക്കെയാണ് സ്വയം സംസാരിക്കുക എന്നതിനെ ഇംഗ്ലീഷിൽ വിളിക്കുക. പലപ്പോഴും നമ്മുടെ തലയ്ക്കുള്ളിൽ അവസാനമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സെൽഫ് ടോക്ക്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ചിത്രങ്ങൾ, കണക്കുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് പോലെ അല്ല സെൽഫ് ടോക്ക് എന്നതാണ്. ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു വ്യക്തി സ്വയം പറയുകയാണ്, ഞാൻ ക്ലച്ച് ചവിട്ടുന്നത് ശരിയായിട്ടല്ല, കുറച്ചും കൂടി നന്നായി ഞാൻ ക്ലച്ച് ചവിട്ടാൻ പഠിക്കണം. ഇത് ഒരു സെൽഫ് ടോക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുന്നു, വളരെയധികം തിരക്കുണ്ട് എന്ന് നിങ്ങൾ കാണുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഇന്നിവിടെ തിരക്ക് വളരെ കൂടുതലാണ്, ഇന്ന് വേണ്ട, പോയിട്ട് നാളെ വരാം. ഇതും ഒരു സെൽഫ് ടോക്കാണ്. മിക്ക വ്യക്തികളുടെയും സെൽഫ് ടോക്ക് വളരെ നിശബ്ദമായി അവരുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ വളരെ കുറച്ച് പേരെങ്കിലും വളരെ ഉറച്ചാണ് സ്വയം സംസാരിക്കുന്നത്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഈ സ്വയം സംസാരത്തിൻ്റെ ആരംഭം നമ്മുടെ കുട്ടിക്കാലത്തിലാണ് എന്നാണ്. കുട്ടികൾ അവരുടെ ബൊമ്മകളുടെയും പാവങ്ങളുടെയും കളിപ്പാട്ടുകളുടെയും ഒക്കെ കൂടെ വളരെ ഉറക്കി സംസാരിച്ചാണ് കളിക്കാറ്. 1930കളിൽ ജീവിച്ചിരുന്ന ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇത്തരത്തിലുള്ള സംസാരം ഒരു കുട്ടിയുടെ മാനസിക വികാസത്തിന് വളരെയധികം ആവശ്യമാണ് എന്നാണ്. കുട്ടികൾ അവർക്ക് ചുറ്റിനുമുള്ള മുതിർന്നവരുടെ സംസാരത്തെ കോപ്പിയടിച്ചും റിപ്പീറ്റ് ചെയ്തുമൊക്കെയാണ് സംസാരിക്കാൻ പഠിക്കുക. ഇതിലൂടെയാണ് അവർ എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ പെരുമാറണമെന്നും അവരുടെ ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ പഠിക്കുന്നത്. ഒരു കുട്ടി വളരുമ്പോൾ പതുക്കെ സാവധാനം പുറത്ത് സംഭവിക്കുന്ന ഈ സംസാരം അവൻ്റെ ഉള്ളിലേക്ക് മാറുകയാണ്. അങ്ങനെയാണത്രേ സെൽഫ് ടോക്ക് രൂപപ്പെടുന്നത്. പിന്നീട് ഒരു സ്വകാര്യ സംഭാഷണമായി മാറുന്നു. സ്വയം സംസാരിക്കുക എന്ന് പറയുന്നത് ലോകത്തിൽ പലരും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും സയൻറ്റിസ്റ്റുകൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഉദാഹരണത്തിന്, എന്തുകൊണ്ടാണ് ചിലർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്വയം സംസാരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ സ്വയം സംസാരിക്കുമ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗങ്ങളാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുക? അതുമല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നതും നമ്മൾ സ്വയം സംസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, സെൽഫ് ടോക്കിന് നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും.
എപ്പോഴും സ്വയം പോസിറ്റീവായിട്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലും സംസാരിക്കുന്ന ആൾക്കാരുടെ ഫോക്കസിലും ആത്മവിശ്വാസത്തിലും പെർഫോമൻസിലും നല്ല മാറ്റം ഉണ്ടായതായി തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു നല്ല സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആശ്വാസം പോലെ തന്നെയാണ് ഇത് എന്ന് പറയപ്പെടുന്നു. സെൽഫ് ടോക്ക് 2 തരത്തിലുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കേൾക്കാം. ഞാൻ ഇന്നൊരു പരീക്ഷ എഴുതാൻ പോവുകയാണ് എന്ന് സങ്കല്പിക്കുക. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുൻപായി ഞാൻ എന്നോട് പറയുകയാണ്, നന്നായി പഠിച്ചിട്ടുണ്ട്, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാനിത് നന്നായി എഴുതും. ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള സെൽഫ് ടോക്ക്. ഇനി രണ്ടാമത്തെ സെൽഫ് ടോക്കിനെ വിളിക്കുന്നത് ഡിസ്റ്റൻസ് സെൽഫ് ടോക്ക് എന്നാണ്. എൻ്റെ പേര് ഇപ്പോൾ കിരൺ എന്നാണെങ്കിൽ പരീക്ഷാ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പായി ഞാൻ പറയുന്നു, നോക്കൂ കിരൺ, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ എല്ലാം പഠിച്ചിട്ടുണ്ട്, നിനക്ക് നന്നായി എഴുതാൻ സാധിക്കും, നീ തീർച്ചയായും ഈ പരീക്ഷയിൽ വിജയിക്കും. ഇതാണ് ഡിസ്റ്റൻസ്ഡ് സെൽഫ് ടോക്ക്. വ്യത്യാസം ഇതാണ്, ഡിസ്റ്റൻസ് സെൽഫ് ടോക്കിൽ നമ്മൾ നമ്മളോട് മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുക. പല പഠനങ്ങളും പറയുന്നത് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ അല്ലെങ്കിൽ പുതുതായി ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അയാളോട് സംസാരിക്കാൻ കാണിക്കുന്ന മടിയോ ഭയമോ അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സോ ഒക്കെ മാറ്റാൻ ഇത്തരത്തിലുള്ള സെൽഫ് ടോക്കുകൾ വളരെ നല്ലതാണ് എന്നതാണ്. പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് എപ്രകാരം നമ്മളെ സഹായിക്കുന്നുവോ അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊരു വിഷം തന്നെയാണ്. നമ്മളിൽ പലരും നെഗറ്റീവായിട്ട് സ്വയം സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ചിലരുടെ കാര്യത്തിൽ ഇതൊരൽപ്പം കൺട്രോൾ വിട്ടു പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർ സൂക്ഷിച്ചില്ലെങ്കിൽ ആൻസൈറ്റി മുതൽ ഡിപ്രഷൻ വരെയുള്ള അവസ്ഥകളിലേക്ക് ഇവർക്ക് എത്തിപ്പെടേണ്ടി വരും. കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതില്ലാണ്ടാക്കി മെച്ചപ്പെട്ടൊരു വ്യക്തിയായി മാറുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറം നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സ്വയം സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കൂ. കാരണം ഈ സംസാരം നിങ്ങൾക്ക് ഇനി ഒരുപാട് നാൾ കേൾക്കേണ്ടതാണ്.